പശ്ചിമ ബംഗാളിൽ രാഷ്ട്രീയ അന്തരീക്ഷം കൂടുതൽ സംഘർഷഭരിതമായ അവസ്ഥയിലേക്ക് നീങ്ങുന്നതായി തന്നെ റിപ്പോർട്ട്. Join the legacy of excellence at Little Flower Engineering Institute, Kalmasheri. പുറത്തുവരുന്ന ദൃശ്യങ്ങളാകട്ടെ കൂടുതൽ ഭീതിപ്പെടുത്തുന്നതായി തന്നെ മാറുന്നു. അഴിമതിയുടെയും സാമ്പത്തിക ക്രമക്കേടുകളുടെയും ആരോപണങ്ങൾ നേരിടുന്ന തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ജനരോഷം ശക്തമാകുന്നു എന്നതാണ് ഈ ഒരു പുറത്തുവന്ന ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നത്. കൊൽക്കത്ത കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട കേസുകളിൽ അറസ്റ്റിലായ കൗൺസിലർമാരായ ബപ്പാത്രിയ, അതേപോലെ മറ്റ് മുഹമ്മദ് ജസീമുദ്ദീൻ ഇവരെ കോടതിയിൽ ഹാജരാക്കാനായി തന്നെ കൊണ്ടുപോകുന്നതിനിടയിലാണ് ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ അരങ്ങേറിയിരിക്കുന്നത്. ഇവരെ രണ്ടുപേരെയും പോലീസ് വാഹനത്തിൽ എത്തിക്കുന്നതിനിടെ തന്നെ വലിയ ജനക്കൂട്ടം അവിടെ ഒത്തുകൂടുകയും കള്ളൻ എന്ന മുദ്രാവാക്യം വിളിക്കുകയും മുട്ടയേറ് നടത്തുകയും ചെയ്തതായി തന്നെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. നഗരത്തിന്റെ രണ്ടിടങ്ങളിലായി തന്നെ പ്രതിഷേധ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തതോടുകൂടി തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷ ശക്തമാക്കാൻ പോലീസ് നിർബന്ധിതരാവുകയാണ് ചെയ്തിരിക്കുന്നത്. കോടതി പരിസരത്തിനുള്ളിലും നേതാക്കളെ കൊണ്ടുപോകുന്ന വഴികളിലും അധിക സുരക്ഷാ സേനയെ വിന്യസിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടെ തന്നെ ഹൗറയിൽ നടന്ന മറ്റൊരു സംഭവം വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. തൃണമൂൽ നേതാവിന് വേണ്ടി കൈക്കൂലി വാങ്ങാനിരുന്ന് എന്ന് ആരോപിക്കപ്പെടുന്ന സനാശി മന്ന എന്ന വ്യക്തിയെ ഒരു സംഘം പൊതുസ്ഥലത്ത് അപമാനിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ. തല മൊട്ടയടിച്ചു ചെരുപ്പുമാല അണിയിച്ചുകൊണ്ട് ഇയാളെ നടത്തി അയച്ചതായുള്ള ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഈ സംഭവം സംസ്ഥാനത്ത് വലിയ രാഷ്ട്രീയ വിവാദത്തിന് വഴിവെച്ചിരിക്കുകയാണ്. അറസ്റ്റിലായ മുഹമ്മദ് ജസീമുദ്ദീന്റെ പിടിയിലാവുകയും അത് നാടകീയമായ രംഗങ്ങൾ അവിടെ അരങ്ങേറുകയും ചെയ്തു. പോലീസ് എത്തിയ വിവരം അറിഞ്ഞതോടുകൂടി തന്നെ അദ്ദേഹം വീടിനുള്ളിൽ ഒളിച്ചിരിക്കുകയായിരുന്നു എന്നതാണ് റിപ്പോർട്ട്. വീടിന്റെ ഗേറ്റ് പൂട്ടിയിട്ടതിനാൽ തന്നെ ഉദ്യോഗസ്ഥർക്ക് അകത്ത് കടക്കാനോ അല്ലെങ്കിൽ അവിടേക്ക് പ്രവേശിക്കാൻ സാധിച്ചില്ല. മണിക്കൂറുകളോളം നീണ്ട ശ്രമങ്ങൾക്കൊടുവിൽ തന്നെ പോലീസ് പൂട്ട് തകർത്തുകൊണ്ട് അകത്ത് കയറി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. സംസ്ഥാനത്ത് കഴിഞ്ഞ കുറച്ചു മാസങ്ങളിലായി തന്നെ കൂടുതൽ അഴിമതി ആരോപണങ്ങൾ, സാമ്പത്തിക തട്ടിപ്പുകൾ, നിയമന ക്രമക്കേടുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട നിരവധി കേസുകൾ അവിടെ നേതാക്കൾ അന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിലേക്ക് കൊണ്ടുവന്നിരുന്നു. അതിന്റെ തുടർച്ചയായാണ് ഇപ്പോഴത്തെ അറസ്റ്റ് നടപടികളും സ്വീകരിച്ചിരിക്കുന്നത്. അതേസമയം നിയമം കയ്യിലെടുക്കുന്ന നടപടികൾ അംഗീകരിക്കാനാകില്ല എന്നും കുറ്റം തെളിയിക്കപ്പെടുന്നതുവരെ എല്ലാവർക്കും നിയമപരമായ അവകാശങ്ങൾ ഉണ്ട് എന്നും ചില സാമൂഹിക പ്രവർത്തകരടക്കം ഇവിടെ അഭിപ്രായപ്പെടുന്നുണ്ട്. തൃണമൂൽ കോൺഗ്രസിനെതിരെ മുട്ടയേറും പ്രതിഷേധവും മണിക്കൂറുകൾ നീണ്ട പോലീസ് ഓപ്പറേഷനും ജനരോഷത്തിന്റെ പുതിയ ദൃശ്യങ്ങളും വലിയ രീതിയിലാണ് ഇപ്പോൾ അവിടുത്തെ ജനങ്ങളിൽ പോലും ബാധിച്ചിരിക്കുന്നത്. പശ്ചിമ ബംഗാളിലെ രാഷ്ട്രീയ പോരാട്ടം ഇനി തെരുവിലേക്കും വ്യാപിക്കുമെന്ന സൂചനകൾ പുറത്തു വന്നിരിക്കുകയാണ്. 2023 പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലായിരുന്നു അവിടെ ആദ്യത്തെ അറസ്റ്റ് നടന്നത്. അറസ്റ്റിനെ തുടർന്നുകൊണ്ട് തന്നെ ജസീമുദ്ദീന്റെ കൂട്ടാളികൾ നഗരത്തിൽ ആക്രമണം നടത്തുകയും 8 പേർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തു. അതേപോലെ തന്നെ ബപ്പാത്രിയ എന്ന വ്യക്തിയുടെ കൂട്ടാളിയാകട്ടെ സൗരവ് ഘോഷിനെയും കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തു. വീടിനോട് ചേർന്ന് പോലീസ് നിർമ്മിച്ച 20 ലക്ഷം രൂപ വരുന്ന കൈക്കൂലി അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇയാൾ ഒരു കൈക്കൂലി ആവശ്യപ്പെട്ടതായി തന്നെ ഇവിടെ ഒരു പരാതിയിൽ സൂചിപ്പിക്കുന്നുണ്ട്. 2 ലക്ഷം കൊണ്ടുവന്നിട്ടും അത് ഏറ്റെടുത്തില്ല എന്നിട്ടും 2021 ഓഫീസ് അടിച്ചു തകർത്തതായി തന്നെ ഇവിടെ ഈ അഭിഭാഷകൻ പരാതിയിൽ പറയുന്നുണ്ട്. അതിനിടെ തന്നെ 2021 തിരഞ്ഞെടുപ്പിന് ശേഷം നടന്ന അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ഹൗറ ജില്ലയിൽ തൃണമൂൽ പ്രവർത്തകനായ മറ്റൊരു വ്യക്തി കൂടി ഇവിടെ അറസ്റ്റിലാവുകയാണ് ചെയ്തിരിക്കുന്നത്. പോലീസ് എത്തിയപ്പോൾ വീട്ടിനുള്ളിൽ സാരികൾക്കിടയിൽ ഒളിച്ചിരിക്കുന്ന ഈ പ്രതിയെയാണ് പിന്നീട് കണ്ടത്. MLA-മാർക്കും MP-മാർക്കും പിന്നാലെ തന്നെ കൊൽക്കത്ത കോർപ്പറേഷനിലെ കൗൺസിലർമാരും മമതാ ബാനർജിയെ കൈയൊഴിയുന്നു എന്ന സൂചനകളാണ് ഈ ഒരു വാർത്ത പുറത്തു വരുന്നതിലോട് തന്നെ സൂചിപ്പിക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഇന്നലെ മമത വീട്ടിൽ വിളിച്ചു ചേർത്ത കൗൺസിലർമാരുടെ യോഗത്തിൽ അവിടെ ആരും പങ്കെടുക്കാതിരുന്നതിനാൽ തന്നെ അവസാന നിമിഷം അത് റദ്ദാക്കേണ്ടി വരികയാണ് ചെയ്തത്. മാത്രമല്ല പാർട്ടിയുടെ 28 ലോക്സഭാ അംഗങ്ങളിൽ 4 പേരും 13 രാജ്യസഭാ അംഗങ്ങൾ അതിൽ 2 പേരും ഇവിടെ എത്താതിരുന്നതും വലിയ രോഷത്തിന് കാരണമാവുകയാണ് ചെയ്തത്. അതിനെല്ലാം ഇടയിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ ഒരു അറസ്റ്റ് നടക്കുകയും അതിന് പിന്നാലെ തന്നെ തെരുവിലിറങ്ങിയുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ അരങ്ങേറുകയും ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.